തൃശൂർ നാട്ടികയിലുണ്ടായ അപകടം ലോറി പാഞ്ഞു കയറി മരണമുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ചിലർ. അവരുടെ കൂട്ടിരിപ്പുകാരെല്ലാം തന്നെ ദുരിതത്തിലാണ് എന്നുള്ള വേദനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ല എന്നാണ് ICUവിൽ ചികിത്സയിലുള്ള ചിത്രയുടെ ബന്ധു അച്ചു പറയുന്നത്. ആശുപത്രിയിൽ ഒരു നേരം വിതരണം ചെയ്യുന്നത് സൗജന്യ ഭക്ഷണം മാത്രമാണ് ആശ്രയം. സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. പ്രതികരണത്തിലേക്ക് ആദ്യം അവസ്ഥ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അറിയാം നമ്മൾ നോക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താ പറയുക, നമുക്ക് സങ്കടം വരുന്നുണ്ട് അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ. ഞാൻ ഇന്നലെ ചിത്ര കണ്ടപ്പോൾ ഞാൻ തന്നെ ഒരു നെട്ടിപ്പോയി. ചിത്ര എൻ്റെ ഏട്ടൻ്റെ ഭാര്യ, രമേശിൻ്റെ ഭാര്യ. ഇന്നലെ ഒരു ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, 2-3 ടെസ്റ്റ്. അതിലേതൊരു ടെസ്റ്റിൽ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് PR എന്ന ഒരാളുണ്ട്, അവരാണ് നമ്മളിപ്പോൾ ഏർപ്പാടൊക്കെ ചെയ്ത് തരുന്നുണ്ട്. എല്ലാ സഹായം ഇപ്പോൾ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് ഒരു പ്രശ്നമില്ല, അകത്ത് ചികിത്സ എല്ലാം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പുറത്തിരിക്കുന്ന ആൾക്കാർ പട്ടിണി മാത്രമേ കിടക്കുന്നുള്ളൂ. ഇവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കിട്ടുന്നുള്ളൂ, ഇവർക്ക് രാത്രി കിട്ടുന്നില്ല, രാവിലെ ഇല്ല. ഇപ്പം ഈ രാവിലെ അവർക്ക് എന്താക്കും? മാത്രം എൻ്റെ ഭാര്യ 7 മാസം ഗർഭിണിയാണ്, അവർക്ക് തിന്നാനും ഇതുവരെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാഗ്ദാനം കിട്ടിയത് നമ്മൾ ഒരു 20-25 പായ് കിട്ടിയിട്ടുണ്ട്, ഒരു 2 കലം കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് കപ്പൊക്കെ ഒരു 20-25 കപ്പ് തന്നിട്ട്. അതൊക്കെ എന്തിനാന്ന് അറിഞ്ഞൂടാ. ഒരു 8 പേരുണ്ട്, 7-8 പേരുണ്ട്. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകും. അരുൺ, അപകടത്തിൽപ്പെട്ട ഒപ്പം ഉണ്ടാകുമെന്ന് മന്ത്രിമാർ ഉൾപ്പെടെയാണ് ആ ദിവസം പറഞ്ഞത്. സംസ്കാര ചടങ്ങിൽ അവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്ന രീതിയിലേക്ക് പോകരുതായിരുന്നു. ഇങ്ങനെ ഒരു ദുരവസ്ഥ ഈ കുടുംബങ്ങൾക്ക് ഉണ്ടാവരുതായിരുന്നു. അടിയന്തര ധനസഹായമൊക്കെ എങ്ങും എത്തിയിട്ടില്ലേ? നമ്മൾ ഈ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഇവരുടെ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ അപകടത്തിൽ മരിച്ചവരുടെയും അതോടൊപ്പം തന്നെ പരിക്കേറ്റിപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെയും ബന്ധുക്കളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി തീർപ്പായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ധനസഹായം നൽകാൻ കഴിയാത്തതെന്നുള്ളതാണ് ലഭിക്കുന്നവർ. എന്തായാലും ഇവരുടെ അവസ്ഥ ദുരിതമാണ്. കാരണം അകത്ത് 5 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. 2 പേർ ICUവിലാണ്. അതിൽ ചിത്രയുടെ ബന്ധുവാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 7 മാസം പ്രായമുള്ള ഭാര്യയും ഇവർക്ക് കൂട്ടിരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഒരു നേരത്തെ, അതായത് ആശുപത്രിയിൽ DYFI വിതരണം ചെയ്യുന്ന ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. രാത്രിയോ രാവിലെയോ ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല. ഈ അച്ചുവിന് ജോലിക്ക് പോകാൻ പറ്റും, പക്ഷേ ഇവരെ ഇവിടെ ആക്കിയിട്ട് ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുമുണ്ട്. ഇവർ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ അവർക്ക് അടിയന്തരമായിട്ടുള്ള സഹായമാണ് ആവശ്യം. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവിടുന്ന് ഡിസ്ചാർജായി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വിശ്രമിക്കും. കാരണം ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെയൊക്കെ നില ഗുരുതരമാണ്. അപ്പോൾ അവർക്ക് ചികിത്സ കഴിഞ്ഞ് പോകുമ്പോഴും ഈ വിശ്രമം ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശ്രമത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. സർക്കാർ ധനസഹായം നൽകുമെന്ന്, അടിയന്തര സഹായം തന്നെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഇവരുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. അതിനൊക്കെ വേണ്ട ഇടപെടലാണ് അടിയന്തരമായി തന്നെ വേണ്ടത്. ഇവർക്ക് ഇങ്ങനെ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതിന് ബന്ധപ്പെട്ടവർ കൃത്യമായ നടപടികൾ വേഗത്തിൽ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വാർത്ത വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.